Okay, so hi dear students, welcome to the session on thermal stresses and thermal strains. Okay, so കഴിഞ്ഞ ലെക്ചേഴ്സിൽ വരെ നമ്മൾ കോമ്പോസിറ്റ് ബാർ ആക്സിലി ലോഡഡ് കോമ്പോസിറ്റ് ബാർസിൻ്റെ പ്രോബ്ലം സോൾവിങ് വരെ നോക്കിയിട്ടുണ്ടായിരുന്നു, റൈറ്റ്? ഇതൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ടോപ്പിക്കാണ്. തേർമൽ സ്ട്രെസ്സസ് ആണ്, തേർമൽ സ്ട്രെസ്സസ് ആൻഡ് തേർമൽ സ്ട്രെയിൻസ്. ഓക്കെ, സോ ഈ ഒരു പേരിൽ തന്നെ നമുക്ക് ഊഹിക്കാം എന്തായിരിക്കും സംഭവം എന്ന്, അല്ലേ? തെർമൽ സ്ട്രെസ്സസ് ആണ്. തെർമൽ ഹാസ് സംതിങ് ടു ഡു വിത്ത് ടെമ്പറേച്ചർ, റൈറ്റ്? ടെമ്പറേച്ചർ സ്ട്രെസ്സസ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു സിമ്പിളായിട്ടൊന്ന് ഊഹിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ടെമ്പറേച്ചർ റിലേറ്റഡ് ആയിട്ട് വരുന്ന സ്ട്രെസ്സസ് ആണ്, അല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ ഹാസ് ടു ഡു സംതിങ് വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോഴോ ടെമ്പറേച്ചർ കുറയുമ്പോഴോ ഉണ്ടാവുന്ന സ്ട്രെസ്സസ് ആൻഡ് സ്ട്രെയിൻസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കൊന്ന് ഊഹിക്കാം, അല്ലേ? ഓക്കെ, അത് തന്നെയാണ് നമ്മൾ ടെമ്പറേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മൾ ഒരു നോർമൽ ലൈഫിൽ നമ്മളെപ്പോഴും കണ്ടിട്ടുള്ള കുറേ എക്സാമ്പിളുകളുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും റെയിൽവേ ട്രാക്കിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതുപോലെ ഒരു ഗ്യാപ്പ് കാണാൻ പറ്റും. ട്രാക്ക് നോക്കിക്കഴിഞ്ഞാൽ അതൊരു കണ്ടിന്യൂസ് റെയിൽവേ ട്രാക്ക് അല്ല, ഒരു നമ്പർ ഓഫ് പീസസ് ആണ്. ആ പീസസിനെ ജോയിൻ ചെയ്തിട്ടാണ് ഉണ്ടാവുക, അല്ലേ? ആൻഡ് ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് രണ്ടിനെയും ഒരുമിച്ച് വെക്കില്ല, പകരം എന്ത് ചെയ്യും, ഒരു ചെറിയൊരു ഗ്യാപ്പിലാണ് ഇതിനെ ഫിറ്റ് ചെയ്യുക, റൈറ്റ്? രണ്ട് സൈഡിൽ നിന്നും കൂടെ തന്നെ ബോൾട്ട് ചെയ്ത് ഫിറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. ഓക്കെ, സിമിലർലി അതുപോലെ തന്നെ നമ്മൾ ബ്രിഡ്ജസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ നാട്ടിലെ ബ്രിഡ്ജസിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മളിപ്പോൾ കാറിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ബ്രിഡ്ജിൻ്റെ മുകളിൽ പോകുമ്പോൾ അങ്ങ് ടക്ക് 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 എന്നുകൊണ്ട് ഒരു സൗണ്ട് നമുക്ക് കേൾക്കാം. ടയർ എന്തിൻ്റെ മുകളിൽ കയറി ഇറങ്ങുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റും, അല്ലേ? അപ്പോൾ ബ്രിഡ്ജിൻ്റെ കേസിലും അത് കണ്ടിന്യൂസ് അല്ല, പകരം അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ ഇപ്പം ഏതാണ്ട് ഇതുപോലെ ഇരിക്കും. ഓക്കെ, ഇതുപോലെയല്ല, നമ്മുടെ നാട്ടിൽ കാണുന്ന കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒരു ഗ്യാപ്പ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും ബ്രിഡ്ജസിൻ്റെ ഒക്കെ കേസിലായാലും, റൈറ്റ്? അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഈ ഗ്യാപ്പിനാണ് നമ്മൾ നോർമലി പറയുന്നത് എക്സ്പാൻഷൻ ജോയിന്റ് എന്ന് പറയും. ഓക്കെ, റെയിൽവേ ട്രാക്കിൻ്റെ എല്ലാം കേസിൽ എക്സ്പാൻഷൻ ജോയിന്റ് ആണ്, തെർമൽ എക്സ്പാൻഷൻ ജോയിന്റ് എന്ന് പറയും. ഓക്കെ, ബ്രിഡ്ജസിൻ്റെ കേസിൽ ഒരു എക്സ്പാൻഷൻ ജോയിന്റ്, റൈറ്റ്? അപ്പോൾ എന്തിനാണ് ഈ എക്സ്പാൻഷൻ ജോയിന്റ് കൊടുക്കുന്നത്? ഓക്കെ, ആൻസർ വളരെ സിമ്പിളാണ്. നമ്മൾ ഈ രണ്ട് പേരിലുണ്ട്. ഒന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക് തെർമൽ സ്ട്രെസ്സസ് ആണ്, ഇതിൽ പെർട്ടിക്കുലർ ഈ ഒരു ഗ്യാപ്പിന് നമ്മൾ എക്സ്പാൻഷൻ ജോയിന്റ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇത് ഒബ്വിയസ്ലി എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളെ ബ്രിഡ്ജസിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് നമുക്കറിയാം നോർമലി എവറി മെറ്റീരിയൽ എക്സ്പാൻഡ്സ് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്, അല്ലേ? ടെമ്പറേച്ചർ കൂടുമ്പോൾ ഏതൊരു മെറ്റീരിയലിനും എക്സ്പാൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്, റൈറ്റ്? സിമിലർലി വെൻ ദ ടെമ്പറേച്ചർ ഡിക്രീസസ് വാട്ട് ഹാപ്പൻസ് ഇസ് ദ മെറ്റീരിയൽ കോൺട്രാക്ട്സ്, അല്ലെങ്കിൽ പഴയ പൊസിഷനിലേക്ക് ബാക്ക് ടു നോർമലിലേക്ക് പോകും, അല്ലേ? ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഇറ്റ് വിൽ എക്സ്പാൻഡ് ആൻഡ് ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് ഇറ്റ് കോൺട്രാക്ട്സ്, റൈറ്റ്? അപ്പോൾ ഇതാണ് ഏതൊരു മെറ്റീരിയലിൻ്റെയും പ്രോപ്പർട്ടി, റൈറ്റ്? നൗ അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇവിടെ ഒരു കണ്ടിന്യൂസ് ജോയിന്റ് ആയിട്ടാണ് നമ്മൾ കൊടുത്തതെങ്കിൽ, ഓക്കെ, ഈ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് വെൻ എ ഹൈ ടെമ്പറേച്ചർ റൈസസ്, ഓക്കെ, വെൻ എ ടെമ്പറേച്ചർ റൈസസ് വാട്ട് ഹാപ്പൻസ് ഇസ് ദിസ് റെയിൽവേ ട്രാക്ക് ടെമ്പറേച്ചർ നന്നായിട്ട് കൂടുന്ന സമയത്ത് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിന് എക്സ്പാൻഷനുള്ള പ്രൊവിഷൻ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു ബക്ലിംഗ് സംഭവിക്കും. ഇതുപോലെ അവിടെ ബക്ലിംഗ് സംഭവിക്കും ആൻഡ് ഫൈനലി ഇറ്റ് ബ്രേക്സ്, റൈറ്റ്? പല പോയിന്റുകൾ ഇതേപോലെ എന്ത് സംഭവിക്കും? അവിടെ ബക്ലിംഗ് ഉണ്ടാവും. ബക്ലിങ്ങിലൂടെ അത് ഫെയിൽ ആവും, റൈറ്റ്? പിന്നെ അതിലൂടെ ആ ട്രാക്കിലൂടെ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ട്രെയിനിനെ നമുക്ക് ഒരിക്കലും അതിലൂടെ കടത്തിവിടാൻ കഴിയില്ല, റൈറ്റ്? സിമിലർലി സെയിം ആണ് ബ്രിഡ്ജസിന്റെ കേസിലും രാവിലെയൊക്കെ നല്ല ടെമ്പറേച്ചർ കൂടുമ്പോൾ മെറ്റീരിയൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ദർ മസ്റ്റ് ബി എ പ്രൊവിഷൻ ടു കൺട്രോൾ ദാറ്റ് എക്സ്പാൻഷൻ, റൈറ്റ്? അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്യാപ്പ് കൊടുക്കുന്നത്. ആ ഗ്യാപ്പിനാണ് നമ്മൾ എക്സ്പാൻഷൻ ജോയിന്റ് എന്ന് പറയാം, റൈറ്റ്? അപ്പൊ ഇതൊരു ബേസിക് കൺസെപ്റ്റ്. നമ്മൾ ഇത് ഒരു സാധാരണക്കാരന് മനസ്സിലാവേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, നമ്മൾ ആസ് എൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് നമ്മൾ അറിയേണ്ടത് എത്രയാണ് ഈ ഗ്യാപ്പ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഈ ഗ്യാപ്പ് അല്ലെങ്കിൽ ഈ ഡെൽറ്റ എൽ എന്ന് പറയുന്ന ഗ്യാപ്പ് എത്ര ആയിരിക്കണം, എക്സാക്ട് ആയിട്ട് എത്ര ആയിരിക്കണം? ഓക്കെ, ഇങ്ങനെ ഒരു സ്ട്രെസ്, ഇങ്ങനെ ഒരു ഫെയിലിയർ പ്രിവെന്റ് ചെയ്യാൻ എത്ര ഗ്യാപ്പ് ഞാൻ കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ അനലൈസ് ചെയ്ത് നമ്മളിവിടുന്ന് പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക നോക്കാം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. നമുക്ക് ഏതാണ്ട് ഇതേ കാര്യം, ഈ സെയിം കാര്യത്തിന്റെ തന്നെ ഒരു പ്രോബ്ലം കൂടെ നമ്മൾ ചെയ്യും. ശരിക്കും ഒരു റെയിൽവേ ട്രാക്കിന്റെ കേസിലുള്ള ആക്ച്വൽ പ്രോബ്ലം കൂടെ നമ്മൾ ഇവിടുന്ന് ചെയ്യും, റൈറ്റ്? ഫൈൻ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ലെക്ചറിൽ തൽക്കാലം ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, റൈറ്റ്.
ഓക്കെ, നമുക്കറിയാം ഏതൊരു മെറ്റീരിയൽ ഞാൻ പറഞ്ഞു it expands, Supports as right? shown. On So heating, the നമുക്ക് ഈ ഒരു law of മെറ്റീരിയൽ expansion കേസ് എടുത്ത് can be നോക്കാം. അപ്പോൾ observed. ഇവിടെ This is when because it the is rod is heated, free what to happens is expand you can and see that hence does the not material is expanding, അല്ലെ? It is expanding, right? ഒന്നുകൂടെ നമുക്ക് കാണാം. When temperature is acted supports upon as this one, shown. On okay, you can heating, the see, rod expansion can okay, be temperature observed. വന്നു, This നല്ല is high because the temperature rod വന്ന is സമയത്ത് free what to happens is expand and it is hence does expanding. not. Okay, it is expanding, right? Now, see, ആ രണ്ട് കേസിനെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഫിഗർ ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഈ ഒരു കേസിൽ അപ്പോൾ ഇതായിരുന്നു ഇതിന്റെ ഇനീഷ്യൽ ലെങ്ത്. ലെറ്റ് ദിസ് ലെങ്ത് ബി എൽ. ഓക്കെ, ലെറ്റ് ദിസ് ലെങ്ത് ബി ക്യാപിറ്റൽ എൽ. Okay, now after application of heat, what happened is the length increases to this one. Okay, let this length be delta L. Okay, ഒരു ചെറിയൊരു increase in length ഉണ്ടായി. Okay, initial length is L, capital L. After heating, നമ്മൾ already കണ്ടു, നമ്മൾ animationൽ കണ്ടു, heat ചെയ്ത സമയത്ത് the material is expanding, right? Okay, into a new length, that is delta L, right? Now, ഓക്കെ, അപ്പോൾ സോ ദിസ് ഡീഫോർമേഷൻ, ഈ ഒരു എക്സ്പെരിമെന്റ് ഒരുപാട് തവണ ചെയ്തു നോക്കിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ ദിസ് ഡീഫോർമേഷൻ ഓർ ഇൻക്രീസ് ഇൻ ലെങ്ത്, അല്ലെ? ഓർ ഇൻക്രീസ് ഇൻ ലെങ്ത് delta L was found to be directly proportional to the increase in temperature അല്ലെങ്കിൽ change in temperature. Okay, directly proportional to the change in temperature, and again this deformation was found to be directly proportional to the initial length of the bar. Okay, ഈ രണ്ട് ഒബ്സർവേഷൻസ് ആണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം. സോ ദാറ്റ് മീൻസ് യുവർ ചേഞ്ച് ഇൻ ഓർ ഡീഫോർമേഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ ആൻഡ് ഡെൽറ്റ ടി. ഓക്കെ, initial length and change in temperature. Okay, now therefore that's this the proportionality symbol can be eliminated by substituting it with a constant. Okay, and that constant is alpha L delta T, or നമുക്ക് പറയാൻ സൗകര്യത്തിന് ഇങ്ങനെ എഴുതാം, ഡെൽറ്റ എൽ is equal to L alpha delta T എന്ന് പറയാം. Okay, so here okay, so here your increase in length delta L is equal to L alpha delta T. Okay, where L is the initial length, delta T is the change in temperature, and alpha is the coefficient of thermal expansion, and alpha is the coefficient of thermal expansion. Okay, and this alpha can be defined, coefficient of thermal expansion can be defined as change in unit length, due to change in temperature, okay. ഒരു മെറ്റീരിയൽ ഉണ്ടാവുന്ന ഒരു നമ്മൾ പിന്നെ ആൽഫ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാ വെച്ചാൽ ഒരു മെറ്റീരിയൽ യൂണിറ്റ് ലെങ്ത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഉണ്ടാവാൻ എത്ര ടെമ്പറേച്ചർ വേണമെന്നാണ് നോക്കുക. ഓക്കെ, എത്രത്തോളം ടെമ്പറേച്ചർ റേസ് ചെയ്യണം എന്നാണ് നോക്കുക. ഓക്കെ, അത് ബേസ് ചെയ്തിട്ടാണ് ആൽഫ വാല്യൂ. അത് ഓരോ മെറ്റീരിയൽസിനും ഡിഫറെന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ആൽഫ ഫോർ സ്റ്റീൽ എന്ന് പറയുന്നത് 12 into 10⁻⁻⁶ per degree Celsius ആണ്. ഓക്കെ, per degree Celsiusൽ 10 into 12 into 10⁻⁻⁶ ആണ് അതിന്റെ പിന്നെ എന്താണ് coefficient of thermal expansion വരുന്നത്. Similarly for copper it is 17.5 into 10⁻⁻⁶ per degree Celsius. അങ്ങനെ ഡിഫറെന്റ് ആണ് ഡിഫറെന്റ് മെറ്റീരിയൽസിന്റെ കേസിൽ. ഓക്കെ, നൗ സോ ഫ്രം ദിസ് എനിക്ക് പറയാൻ പറ്റും, സോ ഈ ഒരു കേസിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, യുവർ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു എൽ ആൽഫ ഡെൽറ്റ ടി ആണ്, അല്ലെങ്കിൽ ഡെൽറ്റ എൽ ബൈ ഒറിജിനൽ ലെങ്ത് ഇസ് ഈക്വൽ ടു ആൽഫ ഡെൽറ്റ ടി, ഓർ delta L by L എന്ന് പറഞ്ഞാൽ it is nothing but strain, അല്ലെ? Strain is equal to thermal strain is equal to alpha delta T. Thermal strain is equal to alpha is your coefficient of thermal expansion into the change in temperature. Right? Okay. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ പറഞ്ഞു സ്ട്രെയിൻ ഉണ്ട്, അല്ലെ? സ്ട്രെയിൻ വാല്യൂ ഉണ്ട്, സ്ട്രെസ് ഉണ്ടാവോ? whether there is stress or not. Okay, ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ഈ ഒരു കണ്ടീഷനിൽ ഇവിടെ സ്ട്രെസ് ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യം. റൈറ്റ്.
ഓക്കെ, നിങ്ങൾ കുറച്ച് ടൈം എടുത്ത് ആലോചിക്കുക. ഓക്കെ, ഇവിടെ വീഡിയോ ആണെങ്കിൽ പോസ് ചെയ്യാം, എന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ എങ്ങനെയാണ് സ്ട്രെസ് ഉണ്ടാവുമോ ഇല്ലയോ എന്ന്. ഓക്കെ, സോ ദ ആൻസർ ആക്ച്വലി ഈസ് നോ. ഓക്കെ, ദർ ഇസ് നോ സ്ട്രെസ്. ഓക്കെ, സോ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളിവിടെ കൊടുക്കുന്ന ഹീറ്റ്, ഓക്കെ, ഈ മെറ്റീരിയലിന് കൊടുക്കുന്ന ഹീറ്റ് കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നു, ആ ഹീറ്റിനെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഈ മെറ്റീരിയൽ എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് റെസിസ്റ്റൻസ്, അവിടെ ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുന്നില്ല. ആ കൊടുക്കുന്ന ഹീറ്റിനെ കൊണ്ട് അവിടെ ഡയറക്റ്റ് എക്സ്പാൻഷൻ നടക്കുകയാണ്. അവിടെ ദർ ഇസ് നോ റെസിസ്റ്റൻസ് ടു ദിസ് ഇൻക്രീസ് ഇൻ ലെങ്ത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ദ സ്ട്രെസ് വാല്യൂ ഫോർ ദിസ് കണ്ടീഷൻ ഇസ് ആക്ച്വലി ഈക്വൽ ടു 0. ഓക്കെ, സോ ഫോർ ഫ്രീ എക്സ്പാൻഷൻ, ഓക്കെ, ഇത് എന്താണ് ഫ്രീ എക്സ്പാൻഷൻ കണ്ടീഷൻ ആണ്. ഫോർ ഫ്രീ എക്സ്പാൻഷൻ യുവർ സ്ട്രെസ് ഈസ് ഓൾവേസ് ഈക്വൽ ടു 0. thermal stress. Okay, free expansion thermal stress is always equal to 0. ഇത് ഓർത്ത് വെക്കേണ്ട ഒരു റിലേഷൻ ആണ്. For thermal stress, for free expansion in thermal stress, your stress value will always be equal to 0. കാരണം ഇത് സ്ട്രെസ് ഉണ്ടാവുന്നില്ല, അത് കൊടുക്കുന്ന ഹീറ്റ് മൊത്തം അത് എക്സ്പാൻഡ് ചെയ്യാൻ യൂസ് ചെയ്യണം. ഓക്കെ, റൈറ്റ്. നൗ അപ്പോൾ അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് സ്ട്രെസ് ഉണ്ടാവുക, അതാണ് അടുത്ത നമ്മുടെ ചോദ്യം അല്ലേ. ഫ്രീ ആയിട്ട് അങ്ങ് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ സ്ട്രെസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് നമ്മൾ തെർമൽ സ്ട്രെസ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എപ്പോഴാണ് സ്ട്രെസ് ഉണ്ടാവുക? ഓക്കെ, അതാണ് അടുത്ത ഒരു ചോദ്യം വരിക. ഓക്കെ, ഒബ്വിയസ്ലി എപ്പോഴായിരിക്കും ഉണ്ടാവുക? എപ്പോഴാണോ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ വിടാതിരിക്കുക, അപ്പോഴാണ് ഇതിൽ എന്തുണ്ടാവുക, സ്ട്രെസ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ എപ്പോഴാണോ ഞാൻ ഇവിടെ ഒരു ബാർ വെച്ച് ഇതിന്റെ എക്സ്പാൻഷൻ ഞാൻ എപ്പോഴാണോ പ്രിവെന്റ് ചെയ്യുന്നത്. ഓക്കെ, so whenever I am preventing this one, it experiences a stress. Okay, we'll see how it is happening, right? Okay, you can see here. Okay, see, you can see a bar over here. അത് രണ്ട് എൻഡിലും അതിനെ ഫിക്സ് ചെയ്തു. രണ്ട് എൻഡിലും ഫിക്സ് ചെയ്തിട്ട് ഇനി ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഇവിടെ എന്ത് സംഭവിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. റൈറ്റ്, ഓക്കെ, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് കണ്ടീഷൻ. റൈറ്റ്, അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ when both the ends are fixed and it is subjected to heat, okay, and it is subjected to heat, when it is subjected to heat, what happens is, see, the tendency of this bar will be to expand, അല്ലെ, ബാറിന് എക്സ്പാൻഡ് ചെയ്യാനാണ് അതിന്റെ ടെൻഡൻസി. ഓക്കെ, ഇവിടെ ഇതേപോലെ ഒരു പ്രിവെൻഷൻ ഇല്ലായിരുന്നെങ്കിൽ ഇത് എൽ ആൽഫ ഡെൽറ്റ ടി എന്ന് പറഞ്ഞ ഈ ലെങ്ത് അങ്ങ് എക്സ്പാൻഡ് ആയനെ അല്ലെ. പക്ഷെ ഇപ്പൊ അങ്ങനെ നമ്മളെ കോമഡിക്കാരൻ ബൈജു എല്ലാം പറയുന്ന പോലെ, പക്ഷെ അങ്ങനെ ഇല്ലല്ലോ, അങ്ങനെ ഇല്ല, കാരണം അത് ഫിക്സ്ഡ് ആണ് അല്ലെ, ആ എൻഡ് ഫിക്സ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പോൾ ഇവിടെ രണ്ട് എൻഡും ഫിക്സ്ഡ് ആണ് എന്ന് വെച്ചാൽ ഇത്രയും ഇതിനെ എക്സ്പാൻഡ് ചെയ്യാമായിരുന്നു, പക്ഷെ ഇതിങ്ങനെ വന്നതുകൊണ്ട് അത് അവിടെ ഫിക്സ് ചെയ്യപ്പെട്ടിട്ടാണുള്ളത്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇവിടെ ശരിക്കും ഇവിടെ ലോഡ് വരുമ്പോൾ ഒരു ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യും, തെർമൽ ഫോഴ്സ് ഇവിടെ എക്സ്പാൻഡിങ് ടെൻഡൻസി ഉണ്ട് അല്ലെ. റൈറ്റ്, അപ്പൊ ഇതുവരെ എക്സ്പാൻഡ് ചെയ്തേനെ, പക്ഷെ എന്ത് ചെയ്യുന്നു, ഈ ഒരു വോൾ ഇവിടെ വരുന്നത് കൊണ്ട് തന്നെ ആ വോൾ, ഇത് ശരിക്കും നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ഇതുവരെ എക്സ്പാൻഡ് ചെയ്യാമായിരുന്നു, പക്ഷെ തിരിച്ചൊരു ഫോഴ്സ് പി എന്ത് ചെയ്യുന്നു, അതിനെ ആക്ട് ചെയ്തിട്ട് തിരിച്ച് പഴയ പൊസിഷനിൽ തന്നെ എത്തിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് അല്ലെ. എന്ന് വെച്ചാൽ ഈ വോള് ഇത്രയും ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്തിട്ട് ഇതിന്റെ പ്രിവെന്റ് ചെയ്യാണ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് there is a resistive force അല്ലെ. ഈ ഒരു കണ്ടീഷനിൽ there is a resistive force and that resistive force will produce a stress. Okay, so in this condition you will get a finite value for stress. Okay, അപ്പൊ ഇവിടെയാണ് ഒരു തെർമൽ സ്ട്രെസ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ എത്രയായിരിക്കും ആ സ്ട്രെസ് വാല്യൂ ഒന്ന് നോക്കാം. ഓക്കെ, നമുക്ക് അറിയാവുന്ന റിലേഷൻഷിപ്പ് തന്നെ കൊണ്ടുവരാം. ഓക്കെ, നമ്മൾ പഠിച്ചു your delta L is equal to L alpha delta T. Okay, let this be your initial length L. ഓക്കെ, അതിൽ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കി, your delta L by L അല്ലെ. ഓക്കെ, ഇങ്ങനെ തന്നെ കേട്ടെ, it is equal to L alpha delta T. ഓക്കെ, see, ഇതാണ് ഡെൽറ്റ എൽ അല്ലെ. ഇതിപ്പം ഇവിടെ പ്രിവെന്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ, ഓക്കെ, ഫിക്സ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഈ എൽ ആൽഫ ഡെൽറ്റ ടി ഇത് എക്സ്പാൻഡ് ആയേനെ അല്ലെ. ബട്ട് ആക്ച്വലി ദാറ്റ് ഈസ് പ്രിവെന്റഡ്. ഓക്കെ, ആക്ച്വലി ദാറ്റ് ഈസ് പ്രിവെന്റഡ്, ഈ എക്സ്പാൻഷൻ അവിടെ ഉണ്ടായിട്ടില്ല. ഓക്കെ, ആൻഡ് ലെറ്റ് സപ്പോസ് ഒരു തിരിച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് ആലോചിക്കാം, ഇത് ഇത്രയും എക്സ്പാൻഡ് ആയി തിരിച്ചൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് തിരിച്ച് പഴയ പൊസിഷനിൽ എത്തിച്ചു എന്ന് ആലോചിക്കാം. ഓക്കെ, ലെറ്റ് ദാറ്റ് ഫോഴ്സ് ബി പി. Okay, so in that case നമുക്കറിയാം deformation is nothing but PL by AE. Delta L നെ നമുക്ക് see, if we are assuming that an external force is acting, ഇവിടുന്ന് ഒരു external force act ചെയ്തിട്ട് ഇതിനെ പഴയ ഒറിജിനൽ പൊസിഷനിലേക്ക് ഇത് എക്സ്റ്റേണൽ ഫോഴ്സ് തള്ളിയിട്ട് തിരിച്ച് ഇതിലേക്ക് കൊണ്ടുവരുന്നതാണെന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനൊന്ന് അസ്യൂം ചെയ്താൽ, ഓക്കെ, സിമ്പിൾ ആണ്. ലോഡ് ഹീറ്റ് ചെയ്ത സമയത്ത്
ഹീറ്റ് ചെയ്ത് ഇവിടെ ഒരു പ്രിവെൻഷൻ ഇല്ലായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് എക്സ്പാൻഡഡ് ടു എൽ ആൽഫ ഡെൽറ്റ ടി, ഈ ലെങ്ത് എക്സ്പാൻഡ് ചെയ്തേനെ. ഓക്കെ, ചെയ്തു എന്ന് തന്നെ അങ്ങ് വിചാരിക്കാം. പക്ഷെ എന്ത് ചെയ്തു, നമ്മൾ തിരിച്ചൊരു ഫോഴ്സ് പി ഇവിടെ ആക്ട് ചെയ്യുന്നതുകൊണ്ടാണല്ലോ ഇത് തിരിച്ച് അതേ ഒരു പൊസിഷനിൽ തന്നെ നിൽക്കുന്നത്. ഓക്കെ, സോ ഒരു ഫോഴ്സ് പി ഈസ് ആക്ടിങ് സച്ച് ദാറ്റ് ഇറ്റ് ഈസ് മേക്കിംഗ് ഇറ്റ് ടു മൂവ് ടു ദ ഒറിജിനൽ പൊസിഷൻ, ഈ ഒരു പൊസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരാണ്. ഓക്കെ, ലെറ്റ് ദാറ്റ് ഫോഴ്സ് ബി പി. ഇൻ ദാറ്റ് കേസ് എന്തായിരിക്കും, ഈ എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഡീഫോർമേഷൻ ആണ് ഇത്, ഈ ഡെൽറ്റ എൽ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, യുവർ പി എൽ ബൈ എ ഇസ് ഈക്വൽ ടു എൽ ആൽഫ ഡെൽറ്റ ടി എന്ന് പറയാം. ശരിയല്ലേ? ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കണം. അല്ലെങ്കിൽ ഇറ്റ് ഇസ് ആക്ച്വലി ഈ പി എൽ ബൈ എ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, എക്സ്പാൻഷൻ പ്രിവെന്റഡ് ആണ്. എക്സ്പാൻഷൻ പ്രിവെന്റഡ്. ഓക്കെ, അതാണ് ഇത്. എൽ ആൽഫ ഡെൽറ്റ ടി ആണ് അവിടെ എക്സ്പാൻഡ് ആവാനുള്ളത്. അതിനെ ഈ പി എന്നുള്ള ഫോഴ്സ് പ്രിവെന്റ് ചെയ്തു. സോ എക്സ്പാൻഷൻ പ്രിവെന്റഡ് പി എൽ ബൈ എ ഇസ് ഈക്വൽ ടു എൽ ആൽഫ ഡെൽറ്റ ടി. ഓക്കെ, ഇനീഷ്യൽ ലെങ്ത് രണ്ടും സെയിം ആണ്, രണ്ടും ക്യാൻസൽ ആവും. യുവർ പി ബൈ എ, ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ that is your P by A. P by A എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ട്രെസ് ആണ്, by E is equal to alpha into delta T, or the stress is equal to E alpha delta T. Okay, ഇതാണ് stress developed when a bar is fixed at both ends. Okay, the stress developed, okay, stress value is equal to E alpha delta T, where E is the Young's modulus, alpha is the coefficient of thermal expansion, and delta T is the increasing temperature. Okay, ഈ ഒരു കേസിൽ stress is equal to E alpha delta T, and strain value നമുക്കറിയാം, strain value will be equal to 0, കാരണം ഇവിടെ ഒരു deformation ഉണ്ടായിട്ടില്ല. So for the strain value is equal to 0. Okay, so ഇതാണ് condition. Okay, so when both the ends are fixed, both end fixed ആണെങ്കിൽ അതിൽ ഒരു deformation ഉണ്ടായിട്ടില്ല. Right, deformation ഉണ്ടെങ്കിൽ മാത്രമേ ഒരു strain ഉള്ളൂ. Right, അപ്പോൾ ഇവിടെ stress value is this one. Right, അപ്പോൾ ഇതാണ് ബേസിക് കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട രണ്ട് റിലേഷൻഷിപ്പ് ഇതൊക്കെയാണ്. സ്ട്രെസ്സിന്റെ കണ്ടീഷൻ ഫോർ തെർമൽ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ, തെർമൽ സ്ട്രെസ് ഇക്വേഷൻ ഇസ് ഈക്വൽ ടു സിഗ്മ ഇസ് ഈക്വൽ ടു ഇ ആൽഫ ഡെൽറ്റ ടി. ഓക്കെ, ആൻഡ് തെർമൽ എക്സ്പാൻഷൻ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു എൽ ആൽഫ ഡെൽറ്റ ടി. ഓക്കെ, ഇത് മാറിപ്പോകാണ്ടിരിക്കണമെങ്കിൽ ഇത് ഇതേപോലെ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ ഈ ഒരു ലോജിക് ഒന്ന് ക്ലിയർ ആക്കി വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, right, now let us move on to a simple application. Okay, ഇത് ബേസ് ചെയ്തിട്ടില്ല, നമ്മൾ റെയിൽവേ ട്രാക്കിന്റെ ഒരു എക്സാമ്പിളിലേക്ക് തന്നെ പോവാം. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് ഒരു സിമ്പിൾ സ്പെഷ്യൽ കേസിലേക്ക് പോവാം. ഓക്കെ, now ഈ ഒരു കേസ് നോക്കുകയാണെങ്കിൽ, ഈ ഒരു സ്പെഷ്യൽ കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ രണ്ട് കണ്ടീഷനാണ് വരുന്നത്. ഓക്കെ, ഇനീഷ്യലി ഈ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കണ്ടീഷൻ എന്ന് വെച്ചാൽ there is a wall, okay, and this is a heat is applied to this bar. Okay, എന്ത് ചെയ്യും, ഇതിനൊരു ഹീറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് what happens is it has a tendency to expand, അല്ലെ? ഇതിന് ഈ ഒരു ഫിക്സ്ഡ് പോയിന്റ് വരെ സ്മൂത്ത് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുശേഷം ബാക്കി ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ that will be prevented. Okay, നമുക്ക് ഇവിടെ കാണാം, രണ്ടാമത്തെ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ, see when a heat is applied, when a heat temperature delta T is applied, what happens is it expands to L alpha delta T. ഇതുവരെ അതിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്, ഇത്രയും ലെങ്ത് അതിനെ എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് അതിന്റെ L alpha delta T. ഓക്കെ, ബട്ട് വാട്ട് ഹാപ്പൻസ് ഈസ് ഇവിടെ ഒരു വാൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതുവരെ ഇതിനെ ആക്ച്വലി എക്സ്പാൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. അതിനുശേഷമുള്ള ഇത്രയും ലെങ്ത് എക്സ്പാൻഷൻ ഈസ് പ്രിവെന്റഡ്. ഓക്കെ, ഇതുവരെയുള്ള എക്സ്പാൻഷൻ ഈസ് പ്രിവെന്റഡ്. ഈ ഡെൽറ്റ എന്നുള്ള എക്സ്പാൻഷൻ മാത്രമേ അവിടെ പോസിബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, സോ ദാറ്റ് മീൻസ് നമുക്ക് നമ്മളെ പഴയ പ്രീവിയസ് കൺസെപ്റ്റിൽ എടുക്കുകയാണെങ്കിൽ ഇതുവരെ എക്സ്പാൻഡ് ആവുന്നു, പക്ഷെ ഒരു എക്സ്റ്റേണൽ ലോഡ് പി അല്ലെ, ഒരു എക്സ്റ്റേണൽ പി ലോഡ് ഇതിനെ തള്ളി ഇത്രയും ഡിസ്റ്റൻസ് തിരിച്ചു കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഇത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, സി ദ ലോജിക് ഇസ് വെരി സിമ്പിൾ. ഈ ലോജിക് ഒന്ന് ക്ലിയർ ആയാൽ വളരെ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, സി ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ യുവർ എക്സ്പാൻഷൻ പ്രിവെന്റഡ്. ഓക്കെ, പ്രിവെന്റഡ് ഈസ് നത്തിങ് ബട്ട് പി എൽ ബൈ എ, അല്ലെ? ഈ പി എക്സ്റ്റേണൽ ഫോഴ്സ് പി ഇതാണ് ഇവിടെ, ഇത്രയാണ് എക്സ്റ്റേണൽ ഇത് പ്രിവെന്റ് ചെയ്തിട്ടുള്ളത്, അല്ലെ? ഇത്രയും എക്സ്പാൻഡ് ചെയ്യാമായിരുന്നു, പക്ഷെ ഇത്ര മാത്രമേ നടക്കുന്നുള്ളൂ. കാരണം എന്താ? കാരണം ഇവിടെ വോൾ ഉള്ളതാണ്, അല്ലെ? അത് നമ്മൾ എങ്ങനെ ചെയ്യുന്നു, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് പി ഇവിടെ ആക്ട് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിൽ ഈ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് പി ആക്ട് ചെയ്തിട്ട് ഇതിനെ തിരിച്ച് ഈ ഒരു പൊസിഷനിൽ എത്തിക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, വി ആർ അസ്യൂമിംഗ് ദാറ്റ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് ആക്ടിങ് ആൻഡ് ഇറ്റ് ഈസ് മേക്കിംഗ് ദിസ് ടു മൂവ് ടു ദിസ് ഡിസ്റ്റൻസ്. റൈറ്റ്, ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എക്സ്പാൻഷൻ പ്രിവെന്റഡ് ഈസ്
PL by AE. See, actual expansion prevent ഇതാണ് expansion prevent ചെയ്തിട്ടുള്ളത് അല്ലെ. It is nothing but എന്താ മൊത്തം L alpha delta T ആണ് ടോട്ടൽ മൈനസ് ഡെൽറ്റ ചെയ്താൽ പോരെ അല്ലെ. L alpha delta T ന്ന് ഈ ഡെൽറ്റ നമ്മൾ പിന്നെ സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, ഈ ലെങ്ത് കിട്ടും അല്ലെ. സോ ദ എക്സ്പാൻഷൻ പ്രിവെന്റഡ് ഇസ് ഈക്വൽ ടു L alpha delta T minus small delta. Fine. Okay, therefore your PL by AE is equal to L alpha delta T minus delta. So ഈ ടൈപ്പ് ഒരു കേസസിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഇസ് ദിസ് വൺ. ഇതിന്റെ ഇക്വേഷൻ ആയിട്ട് ബൈ ഹാർട്ട് പഠിക്കരുത്, നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് ഇത് ഓർത്ത് വെക്കാവുന്ന കാര്യമുള്ളൂ. എപ്പോഴും എക്സ്പാൻഷൻ പ്രിവെന്റഡ്. ഓക്കെ, 3 ഏരിയയിലാണ് എക്സ്പാൻഷൻ പ്രിവെന്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് പ്രിവെൻഷൻ നമ്മൾ എടുക്കുന്നത് is due to an external load P. Okay, PL by AE is preventing. Okay, the deformation, right, is equal to എന്താ ടോട്ടൽ L alpha delta T എന്ന് അതിൽ ഈ ഡെൽറ്റ സെപ്പറേറ്റ് ചെയ്താൽ മതി. ഇതാണ് എക്സ്പാൻഷൻ പ്രിവെന്റഡ്. ഇത്രയും പോർഷനിലാണ് എക്സ്പാൻഷൻ പ്രിവെന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ PL by AE is equal to L alpha delta T minus delta. Okay, so expansion prevented is this one. So this is the standard equation for solving these kind of problems. Fine. Okay, for delta actual value മിക്കവാറും കേസിൽ തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആവാൻ നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഈ ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ആക്ച്വൽ പ്രോബ്ലത്തിലേക്ക് വരാം. ഓക്കെ, സോ നമ്മുടെ പ്രോബ്ലം ഇങ്ങനെയാണ്. നോക്കിക്കഴിഞ്ഞാൽ എ സ്റ്റീൽ റെയിൽ is 12 meter long. Okay, a steel rail is 12 meter long. ഇത് ആക്ച്വലി നമ്മളെ റെയിൽവേ ട്രാക്കിന്റെ പ്രോബ്ലം തന്നെയാണ്. റൈറ്റ്, ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ ഈ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ഒന്ന് ആക്ച്വൽ റിയൽ ലൈഫിൽ ഒന്ന് നമ്മൾ ഒരു റെയിൽവേ ട്രാക്ക് മനസ്സിലുണ്ടാവണം. അങ്ങനെയാണെങ്കിലേ നമുക്കത് കറക്റ്റ് ആയിട്ട് കത്തുള്ളൂ. റൈറ്റ്, ഓക്കെ, സോ ഇവിടെ സ്റ്റീൽ റെയിൽ is 12 meter long and is laid at a temperature of 18 degrees Celsius. Okay, the maximum temperature expected is 40 degrees Celsius. Okay, അപ്പോൾ ഇവിടുത്തെ ഇനീഷ്യൽ ടെമ്പറേച്ചർ 18 ഡിഗ്രി ആണ്, ഫൈനൽ ടെമ്പറേച്ചർ 40 ഡിഗ്രി ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ് 40 മൈനസ് 18 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാ 22 ഡിഗ്രി സെൽഷ്യസ്. അല്ലെങ്കിൽ എന്തുണ്ട് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് 22 ഡിഗ്രി സെൽഷ്യസ്. റൈറ്റ്, നമുക്ക് ഈ ഒരു കേസിൽ നിങ്ങൾ ടെമ്പറേച്ചറിനെ കെൽവിനിലേക്ക് മാറ്റുമോ, ഇതൊന്നും വേണ്ട. കാരണം ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ നമ്മൾ എടുക്കുന്നത്. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഇപ്പൊ കെൽവിനിൽ മാറ്റിയാലും ഇല്ലെങ്കിലും ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഇസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, സെയിം വാല്യൂ തന്നെ ആയിരിക്കും. റൈറ്റ്, ഓക്കെ, നൗ നമ്മളോട് പറയാണ് ഇനീഷ്യലി ദ സ്റ്റീൽ റെയിൽ ഇസ് 12 meter long. ഓക്കെ, estimate the minimum gap between two rails to be left so that the temperature temperature stresses do not develop. Okay, so steel rail is 12 meter long, right? Right, it is 12 meter long. Okay, അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞത് എസ്റ്റിമേറ്റ് ദ മിനിമം ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ടു റെയിൽസ് ടു ബി ലെഫ്റ്റ് സോ ദാറ്റ് ദ ടെമ്പറേച്ചർ സ്ട്രെസ്സസ് ഡു നോട്ട് ഡെവലപ്പ്. റൈറ്റ്, ഓക്കെ, നമ്മൾ ഇതുവരെ ഒരുപാട് ഇത്രയും കേസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ സ്പെഷ്യൽ കേസിന്റെ കൺസിഡറേഷനിലാണ് ഇത് വരുന്നത്. റൈറ്റ്, ഓക്കെ, ഫൈൻ. അപ്പോൾ ഈ ഒരു കേസിൽ ഇങ്ങനെയുള്ളത് 12 meter ലോങ് ആയിട്ടുള്ള ഒരു സ്റ്റീൽ റെയിൽ, അടുത്തൊരു 12 meter ലെങ്ത് ഉള്ള ഒരു സ്റ്റീൽ റെയിൽ. ഓക്കെ, 12 meter. നമ്മളോട് ചോദിക്കുകയാണ് ഫസ്റ്റ് കേസിൽ ടെമ്പറേച്ചർ റേസ് വന്നിട്ടുണ്ട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ ആവുന്നുണ്ട്. ഓക്കെ, എസ്റ്റിമേറ്റ് ദ മിനിമം ഗ്യാപ്പ്. ഓക്കെ, ഈ ഗ്യാപ്പ് എത്രയായിരിക്കണം? എസ്റ്റിമേറ്റ് ദ മിനിമം ഗ്യാപ്പ് between the two rails to be left so that the temperature stresses do not develop. Temperature stress develop ചെയ്യാതിരിക്കണമെങ്കിൽ ഈ ഗ്യാപ്പ് കറക്റ്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ എൻഡിൽ എത്തുമ്പോൾ അത് നിൽക്കണം. റൈറ്റ്, ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇറ്റ്സ് എ പ്രോബ്ലം ഓഫ് ഫസ്റ്റ് കേസ് ഇറ്റ്സ് എ പ്രോബ്ലം ഓഫ് ഫ്രീ എക്സ്പാൻഷൻ അല്ലെ. ഫ്രീ എക്സ്പാൻഷൻ ടെമ്പറേച്ചർ സ്ട്രെസ് ഇല്ലാത്ത ഒരു കണ്ടീഷനാണ് എടുക്കേണ്ടത് അല്ലെ. ഇവിടെ യുവർ ലെങ്ത് നമുക്കറിയാം, ഫ്രീ എക്സ്പാൻഷൻ കേസിൽ ലെങ്ത് ഇസ് ഈക്വൽ ടു or delta L is equal to delta L is equal to L alpha delta T. Okay, initial length നമുക്കറിയാം 12 meter ആണ്. റൈറ്റ്, 12 meter ആണ്. ബാക്കിയെല്ലാം mm ലേക്കാണ്. അപ്പോൾ നമുക്ക് അതിനെ യൂണിറ്റ് mm ലേക്ക് മാറ്റാം. 12 into 10 to the power 3 into alpha value it is nothing but 12 into 10 to the power minus 6 into delta T നമുക്കറിയാം 22 ആണ്. Okay, on solving you will get the value. Okay, direct ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് ഇസ് 3.024 mm എന്ന് കിട്ടും. ഓക്കെ, 3.024 mm.
is the minimum length. അപ്പോൾ 3.024 mm മിനിമം ലെങ്ത് ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്തുണ്ടാവും, തെർമൽ സ്ട്രെസ് ഉണ്ടാവില്ല, കറക്റ്റ് ഇവിടം വരെ ഇതിനെ എക്സ്പാൻഡ് ചെയ്യും. റൈറ്റ്. അപ്പൊ അത്രയും മിനിമം ഗ്യാപ്പ് 3.024 mm ഗ്യാപ്പ് എങ്കിലും മിനിമം അവിടെ കൊടുത്തിരിക്കണം ടു പ്രിവെന്റ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ടു റെയിൽസ്. ഓക്കെ, റൈറ്റ്. അപ്പൊ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഫ്രീ എക്സ്പാൻഷന്റെ കേസ് ആയിരുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസിലേക്ക് പോവാം. ഓക്കെ, സെക്കൻഡ് കേസിൽ കാൽക്കുലേറ്റ് ദ ടെമ്പറേച്ചർ സ്ട്രെസ്സസ്. ഓക്കെ, രണ്ടാമത്തെ കേസിൽ ടെമ്പറേച്ചർ സ്ട്രെസ്സസ് കാണാനാണ് പറഞ്ഞത്. ഡെവലപ്ഡ് ഇൻ ദ റെയിൽസ് ഇഫ് നോ എക്സ്പാൻഷൻ ജോയിന്റ് ഇസ് പ്രൊവൈഡഡ്. ഓക്കെ, ഇതിൽ എക്സ്പാൻഷൻ ജോയിന്റേ കൊടുത്തിട്ടില്ല എങ്കിൽ എന്ന് വെച്ചാൽ ഇത് രണ്ടും ഒരുമിച്ച് അടുപ്പിച്ചിട്ട് അങ്ങ് വെച്ചിട്ടാണുള്ളതെങ്കിൽ ഇതിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എത്ര എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, അവിടെ ഫ്രീ എക്സ്പാൻഷനുള്ള പ്രൊവിഷനേ ഇല്ല. നോ പ്രൊവിഷൻ ഫോർ ഫ്രീ എക്സ്പാൻഷൻ അല്ലെ. അങ്ങനെ ആവുമ്പോൾ ദ സ്ട്രെസ്സസ് ഡെവലപ്ഡ് സിഗ്മ ഇസ് ഈക്വൽ ടു ഇ ആൽഫ ഡെൽറ്റ ടി. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് സ്ട്രെസ് കാണാം. യങ്സ് മോഡുലസ് വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ആൽഫ കോഎഫിഷ്യന്റ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ വാല്യൂ അതും തന്നിട്ടുണ്ട്. ചേഞ്ച് ഇൻ ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. യു ക്യാൻ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഫൈൻഡ് ദ സ്ട്രെസ് വാല്യൂ. Okay, directly substitute and find the stress value. നമുക്ക് ചെയ്ത് നോക്കാം. Stress value is coming around 48 megapascal. Okay, right. Now, so the third part of the question. Okay, first അതിന്റെ A പാർട്ടും B പാർട്ടും ഉണ്ട്. A പാർട്ടിൽ തന്നിട്ടില്ലെങ്കിൽ. Now, second case, if a 1.5 mm gap is provided. Okay, see, നമുക്കിവിടെ interestingly ഫ്രീ എക്സ്പാൻഷൻ നടക്കുന്നത് 3.024 mm വരെ നടക്കും. ഫ്രീ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു ഡയഗ്രാം വരക്കുകയാണെങ്കിൽ ഇതാണ് എൻ്റെ 12 മീറ്റർ ലോങ് ഉള്ള ബാർ അല്ലെ. ഇതില് നമ്മൾ ഫസ്റ്റ് കേസ് നമുക്ക് മനസ്സിലാക്കി ഇത് 3.024 mm ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ ആസ് പെർ ദ ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നത് മൂന്നാമത്തെ കേസിൽ 1.5 mm ഗ്യാപ്പ് ആണ് ഇവിടെ ആക്ച്വലി ഇത് എക്സ്പാൻഡ് ഇത്രയും ചെയ്യും. പക്ഷെ ഏതോ ഒരു മണ്ടൻ ഇത് ചെയ്തപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാല് 1.5 mm മാത്രമേ ഇവിടെ ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളൂ അല്ലെ. എന്ന് വെച്ചാൽ റിമൈനിങ് ദിസ് മച്ച് ലെങ്ത് അല്ലെ, റിമൈനിങ് ദിസ് മച്ച്. പിന്നെ ആ ഹീറ്റ് ടെമ്പറേച്ചർ വരുമ്പോൾ ഇത്രയും കൂടെ അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് അവിടെ ഒരു സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദ എക്സ്പാൻഷൻ പ്രിവെന്റഡ്. ഓക്കെ, എക്സ്പാൻഷൻ പ്രിവെന്റഡ്. ഓക്കെ, സോ യു ഹാവ് ടു ഫൈൻഡ് ദ ടെമ്പറേച്ചർ സ്ട്രെസ് അല്ലെ. അപ്പൊ നമുക്ക് സിമ്പിൾ ലോജിക് ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എക്സ്പാൻഷൻ പ്രിവെന്റഡ് അല്ലെ, എക്സ്പാൻഷൻ prevented, which is nothing but PL by AE. PL by AE is equal to this length അല്ലെ. ഈ ലെങ്ത് എന്താ നമുക്ക് ഓൾറെഡി അറിയാം. 3.024 എന്ത് ചെയ്താൽ മതി, ഈ ഡെൽറ്റയാണ് ഇത് എത്ര 1.5 mm. ഓക്കെ, സബ്ട്രാക്ട് ചെയ്യുക, ഒരു വാല്യൂ കിട്ടും. ഇനീഷ്യൽ ലെങ്ത് 12 മീറ്റർ തന്നിട്ടുണ്ട്. യങ്സ് മോഡുലസ് E തന്നിട്ടുണ്ട്. ഏരിയ വാല്യൂ അല്ല, സോറി, ഏരിയ വേണ്ടല്ലോ, കാരണം വാട്ട് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഈസ് ദ സ്ട്രെസ് അല്ലെ. സ്ട്രെസ് ഇൻറ്റു L by E ഇസ് ഈക്വൽ ടു 3.024 മൈനസ് 1.5 ആണ് അല്ലെ. അപ്പോൾ ലെങ്ത് വാല്യൂ അറിയാം, യങ്സ് മോഡുലസ് അറിയാം, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യു ക്യാൻ ഫൈൻഡ് ദ സ്ട്രെസ് വാല്യൂ, സ്ട്രെസ് ജനറേറ്റഡ് ഇൻ ദിസ് പ്രോബ്ലം. Okay, right. Now similarly, third case, if a stress developed is 20 Newton per mm square, what is the gap to be provided? Okay, ഇതിപ്പം ഈ തന്ന ക്വസ്റ്റ്യന്റെ നേരെ റിവേഴ്സ് സാധനമാണ്. സ്ട്രെസ് വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, ഈ സ്ട്രെസ് വാല്യൂ തന്നിട്ടുണ്ട്, പക്ഷെ ഈ ഗ്യാപ്പ് വാല്യൂ തന്നിട്ടില്ല. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ, അത് ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസർ പറഞ്ഞാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് സോൾവ് ചെയ്ത് വെക്കുക, എന്നിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് കിട്ടും. റൈറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു കേസിലുള്ള ഓക്കെ ഒരു ബേസിക് പിന്നെ തെർമൽ എക്സ്പാൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലത്തിൽ വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് ബാക്കിയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി ഇത് കോമ്പോസിറ്റ് ബാറിന്റെ കേസിൽ തെർമൽ എക്സ്പാൻഷൻ എങ്ങനെ എഫക്ട് ചെയ്യും എന്നുള്ളതാണ്. അതിന്റെ 2 ഡിഫറെന്റ് കേസസ് ഉണ്ട്. അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. 2 ഡിഫറെന്റ് കേസസും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ താങ്ക് യു. ഇതൊക്കെ ചെയ്യുക, പ്രോബ്ലംസ് ചെയ്ത് നോക്കുക, ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുക. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ യു കൻ കോൺടാക്ട് മീ. ഓക്കെ, സോ താങ്ക് യു വൺ ആൻഡ് ഓൾ.